ഹലോ ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ ചിഹ്നങ്ങൾ വെച്ച് വാക്കുകൾ എഴുതിയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു തരാമെന്ന്. അപ്പോൾ നമുക്കിന്ന് നോക്കാം. ആയാണ് ആദ്യം എഴുതിയത്. ആയുടെ ചിഹ്നമാണ് എഴുതിയിരിക്കുന്നത്. അത് വെച്ച് അക്ഷരങ്ങൾ എഴുതുമ്പോൾ കാ, ചാ നീട്ടി തന്നെ പറയണം. താ, ഡാ, പാ, സാ. അടുത്തെഴുതിയത് സാ. ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. നമുക്ക് വാക്കുകളിലോട്ട് പോവാം. ഏതൊക്കെ അക്ഷരങ്ങളാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. നോക്കാം നമുക്ക്. കായും ആ ചിഹ്നവും ഡായും ഉണ്ട്. അപ്പം ആദ്യം കാ വായിക്കുക, അത് കഴിഞ്ഞ് ഡ. കാട എന്നാണ് വായിക്കേണ്ടത്. അടുത്തെഴുതിയത് പായാണ്. പായും അടുത്ത ചിഹ്നം ആ ചിഹ്നം. അപ്പം എന്താണ്? പാ. അത് കഴിഞ്ഞിട്ട് റ. പാ റ, പാറ. അങ്ങനെയാണ് വായിക്കേണ്ടത്. ആദ്യത്തെ അക്ഷരം ഏതാണോ എഴുതിയ അതാദ്യം മനസ്സിലാക്കുക. ഇപ്പം എഴുതിയതാണ് മാ. മായും ആ ചിഹ്നം ല. അപ്പം മാ ല, മാല. അങ്ങനെയാണ് നമ്മൾ ഓരോ വാക്കും വായിക്കാനുള്ളത്. ആദ്യം അക്ഷരങ്ങൾ, അത് കഴിഞ്ഞ് വാക്കിലോട്ട് പോകണം. അടുത്തെഴുതിയത് പാ വാ, പാവ. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം. എൻ്റെ കൂടെ തന്നെ പറയാൻ ശ്രമിക്കുക. കുറേശ്ശെ ശരിയായിക്കോളും. ചാ യ അങ്ങനെ വായിക്കും. ചാ യ, ചായ. കുറേ കൊച്ചു വാക്കുകളാണ് കേട്ടോ ഇപ്പോൾ ഇട്ടേക്കുന്നത്. പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അപ്പം കുറച്ച് ശരിയാകും. മാ, ആദ്യത്തെ അക്ഷരം ഏതാണ്? ചിഹ്നം കൂടെ ചേർത്താണ് പറയുന്നത്. മാ ഇൻ, മാൻ. നെക്സ്റ്റ് കാ, കാള, കാള. കാ, അടുത്തത് ക. കാ ക, കാക്ക. നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഏതാണ്, ഏതൊക്കെ അക്ഷരങ്ങളാണെന്നൊന്ന് പറഞ്ഞു നോക്കണേ. നിങ്ങൾ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കുമ്പോൾ കറക്റ്റ് കിട്ടും. താ മ ര, താ മ ര, താമര എന്നുള്ളത് കേട്ടോ. ഓരോന്നായിട്ട് എടുത്ത് തന്നെ വായിക്കണം. അടുത്തത് വാ, ഴ, വാഴ. അടുത്ത അക്ഷരത്തിലോട്ട് പോവുകയാണ്. അടുത്ത ചിഹ്നം ഈയിലുള്ളത്. ഈ ചിഹ്നം കണ്ടല്ലോ, ഈ വെച്ചുള്ളതാണ്, മറക്കരുത്. ഇനി അതിൽ ഓരോ അക്ഷരങ്ങളിലും നമുക്ക് ചിഹ്നം ചേർത്തൊന്ന് എഴുതി നോക്കാം. കീ, തീ, വി, പി, ലി. ഇങ്ങനെയാണ് ചിഹ്നങ്ങൾ. ഇങ്ങനെ എല്ലാ അക്ഷരങ്ങൾ വെച്ച് നമുക്ക് എഴുതാം. ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എഴുതി പഠിക്കണം. എഴുതി പഠിച്ചാൽ മാത്രമേ നമുക്ക് വാക്കുകൾ വായിക്കാൻ പറ്റുള്ളൂ. ആദ്യം കാ എഴുതി, അത് കഴിഞ്ഞ് ഈ ചിഹ്നം ഇട്ടു. ള എഴുതി, ഈ ചിഹ്നം ഇട്ടു. അപ്പോൾ ആദ്യത്തെ കീ ലി, കിളി. കിളി എന്നാണ് നമ്മൾ വായിക്കുന്നത്. നെക്സ്റ്റ്
ഈ ഡാ ഇട്ട് ഈ ചിഹ്നം, ഡാ ഇട്ട് ഈ ചിഹ്നം ആകുമ്പം ഡി എന്നാവും. അപ്പം ഇടി. ഇയും ഡിയും ചേരുമ്പോൾ ഇടി. അടുത്തത് ആ രാ എഴുതി ഈ ചിഹ്നം, രാ എഴുതി ഈ ചിഹ്നം ആകുമ്പോൾ രീ എന്നാണ് വരുന്നത്, അരി. നെക്സ്റ്റ് കാ എഴുതി ഈ ചിഹ്നം, ഇട്ട എഴുതി ഈ ചിഹ്നം ആകുമ്പം ഇട്ടി. അപ്പം കീയും ടി, കിട്ടി. കണ്ടോ, നമ്മൾ ആ അക്ഷരം പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് വാക്ക് എന്താണെന്നുള്ളത് കിട്ടും. മാ നാ എഴുതി ഈ ചിഹ്നം, നാ എഴുതി ഈ ചിഹ്നം ആകുമ്പോൾ എന്തായി, നീ. മാ നീ, മണി. നെക്സ്റ്റ് കാ എഴുതി ഈ ചിഹ്നം, നമുക്ക് കാ എഴുതി ഈ ചിഹ്നം നമ്മൾ ഒരുപാട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും അത് കീ ആണെന്ന്. അടുത്ത നായും കിണ കിണാർ, കിണർ. 3 അക്ഷരങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ 2 അക്ഷരം പിന്നെ ലാസ്റ്റ് ഒരക്ഷരം അങ്ങനെ കൂട്ടി വായിക്കുക. അടുത്ത പാ നാ എഴുതി നീയായി പനി, പനി. സാ ഈ ചിഹ്നം, നാ ഈ ചിഹ്നം, മാ. ആദ്യത്തെ 2 എണ്ണം സായും ഈ ചിഹ്നവും വായിക്കുക, സിയായി. നായും ഈ ചിഹ്നവും നീയായി. ലാസ്റ്റ് മാ, സി നി മാ, സിനിമ. ഇങ്ങനെയാണ് വായിക്കാനുള്ളത്. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും. താങ്ക് യു.